കർമ്മങ്ങളിൽ കൗശലം. ഈ കൗശലം എന്ന് പറഞ്ഞ വാക്കാണ് ഒരു അപകടം വെച്ച വാക്ക്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ കുറുക്കൻ്റെ കൗശലം ഇല്ലേ? മലയാള പാഠപുസ്തകത്തിൽ കുറുക്കൻ്റെ കൗശലം എന്ന് പറഞ്ഞാൽ കുറുക്കൻ കാക്കേനെ പറ്റിക്കുന്നുണ്ടല്ലോ, പാട്ട് പഠിച്ചിട്ട്. അപ്പോൾ ആ കൗശലമാണ് യോഗ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എത്ര ബാലിശമാണെന്നോ. ശ്രീകൃഷ്ണൻ ആരാണ്? എത്ര യോഗേശ്വര കൃഷ്ണ എന്നാണ്. അതിൻ്റെ സുപ്രീമാണ്, ഒരു ഫൈനൽ വേർഡാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ അങ്ങനെ പറയും, യോഗ എന്ന് പറയുന്നത് ഈ വെറും ഒരു എക്സ്പെർട്ടൈസാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സൂത്രപ്പടിയാണോ എന്നൊക്കെയുള്ളൊരു വിഷയം വരും. അപ്പം കൗശലം എന്നുള്ള വാക്ക് മലയാളത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ നിരുക്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ടിലേക്കും. കൗശലം എന്നുള്ള വാക്ക് വന്നത് കുശം, അതിനാണ് കൗ. ഓഷധി, ഔഷധം. ഓഷധി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. അതിൽ നിന്നുണ്ടാക്കുന്ന മരുന്നിനെയാണ് ഔഷധം എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ഈ കുശം എന്നുള്ളത് കുശം ലാതി. കുശം എന്ന് പറഞ്ഞാൽ അറിയാം, ഗർഭപുല്ല്. ഈ കർമ്മങ്ങൾക്കെല്ലാം ഗണപതിയാമത്തിനെല്ലാം നമ്മൾ ഒരു പുല്ല് ഉപയോഗിക്കുന്നത്, ആ പുല്ലിൻ്റെ പേരാണ് കുശം. കുശൻ എന്നുള്ള പേര് അങ്ങനെ വന്നു ഒരു കഥയുണ്ട്, അതോട് കേട്ടോ. ഏതായാലും കുശം എന്ന് പറയുന്ന പുല്ല് അത് പറിച്ചു കൊണ്ടിരുന്ന ആൾ അല്ലെങ്കിൽ പറിച്ചു കൊണ്ടിരുന്ന സാമർഥ്യം, അതിനെയാണ് വാസ്തവത്തിൽ കൗശലം. എന്തായാലും ഇത്രയല്ലോ വലിയ മഹാത്മ്യം ചോദിച്ചാൽ, ഈ കാട്ടിൽ മഹർഷിമാർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ഈ പുല്ലാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം പുല്ലുപറിക്കാൻ പോയി, പുല്ലുപറിയന്മാരല്ല. അപ്പോൾ ഇത് പോയിട്ട് അവർ ഇങ്ങനെ കറ്റയാക്കി വലിയ കെട്ടാക്കിയിട്ട് കൊണ്ടുവന്നു. എല്ലാവരും പോയി രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ ഉച്ച വൈകുന്നേരമ്പോഴേക്കും വരുമ്പോൾ അവർക്ക് ഒരു മാസത്തേക്കുള്ള ഏർപ്പാട് എല്ലാം ഉണ്ടാവും. അതിങ്ങനെ വരിവരിയായിട്ട് വെക്കും. എന്നിട്ടാകുമ്പോൾ ഓരോ കറ്റയുടെ മുമ്പിൽ ഓരോ ശിഷ്യന്മാരും നിൽക്കും. ഏറ്റവും വലിയ കറ്റ നമുക്ക് അവർക്കെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടുമോ? അതല്ല, കൈ കാണിക്കണം. ഈ കൈ കാണിച്ച് കൈക്ക് ചോരയുണ്ടെങ്കിൽ അവന് എത്ര വലിയ കറ്റയുണ്ടായാലും കാര്യമില്ല, ഔട്ട്. എന്ന് പറഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഒരു സ്വഭാവം, നീളമുള്ള പുല്ലാണ്. അത് ഇങ്ങനെ വലിച്ചു എന്ന് വിചാരിക്കാം, നല്ല മനസ്സിലായി അല്ലേ? നോക്കിയിട്ടുണ്ടായിരുന്നു, അതിന് നോക്കിയത് ഇങ്ങോട്ട് വലിച്ചാലോ കൈമുറി, അത് വജ്രം മാതിരി. അങ്ങനെ ഒരു സ്വഭാവമുള്ളതാണ് ഈ പുല്ലിൻ്റെ സ്വഭാവം, കുശത്തിൻ്റെ സ്വഭാവമാണ്. ഉണങ്ങിയാലോ അതെ, നമ്മൾ പൂജക്കെല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ വലിച്ചാൽ നല്ല മനസ്സായി, ഇങ്ങനെ വലിച്ചാൽ മുറി ഉറപ്പാണ്. അപ്പോൾ ഈ കൈ മുറിഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പുല്ല് പറിക്കാൻ അറിയില്ല, നല്ല പുല്ല് പറിയുന്നല്ല. അപ്പോൾ നല്ല കൈയൊന്നും മുറിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ സാധാരണ മിടുക്ക എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ കുശല എന്ന് വിളിക്കും ഈ ഗുരു. അപ്പം 10 ആൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു ഒറ്റത്തിനെ ഡിഗ്രി കിട്ടുള്ളൂ, കുശലൻ. എന്താ നോക്കുക, കൈ മുറിഞ്ഞു. അപ്പോൾ കൗശലം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോര പൊടിയാതെ പുല്ല് പറിക്കാനുള്ള സാമർഥ്യം കൗശലം. അത് യോഗയല്ല. കർമ്മസു കൗശലം ആണ് യോഗ. കർമ്മം ചെയ്യുമ്പോൾ അതൊരു കർമ്മം തന്നെയാണ്. ഈ ഒരു കർമ്മമല്ല, ഏത് കർമ്മം. നമ്മളിപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്,
ചായ കുടിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഇതെല്ലാം കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളു മുറിയാൻ പാടില്ല. ഇപ്പൊ കയറിയിട്ടുണ്ടാകും കുറച്ചല്ലേ. അപ്പോൾ ഉള്ളിൽ ചോര പൊടിയാതെ കർമ്മം ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് ആഴമുള്ള വാക്കാണ്. അപ്പോൾ ഏത് കർമ്മം ചെയ്താലും നമ്മുടെ ഉള്ളിലൊരു മുറിവ് വരും. അറിയാത്തവർ പുല്ല് പറിക്കാൻ അറിയാത്തവർ പുല്ല് പറിച്ചാൽ ചോര വരും. അതുപോലെ കർമ്മം ചെയ്യാൻ അറിയാത്തവർ കർമ്മം ചെയ്താൽ ഉള്ളിലൊരു ചെറിയ ചോര വരും. അത് എത്ര അറിയില്ല, അറിവ് അല്ല അജ്ഞത എത്ര കൂടുന്നോ അതിനനുസരിച്ച് ചോര കൂടും. ഇങ്ങനെ ഉള്ള് ചോര പൊടിയാതെ കർമ്മം ചെയ്യാനുള്ള സാമർഥ്യമാണ് യോഗ. അതാണ് യോഗ കർമ്മസു കൗശലം. ഇപ്പൊ ശ്രീകൃഷ്ണൻ വെറുതെ എഴുതിയതല്ലല്ലോ ഇപ്പൊ. ഈ ഭഗവത്ഗീതയെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നവരുണ്ട്, പലതരത്തിലും വ്യാഖ്യാനിക്കാം ഭഗവത്ഗീത. ഏതായാലും കർമ്മത്തിനെ എങ്ങനെ ചെയ്യണം എന്ന് ഇത്ര സരളമായിട്ട് പറയുന്ന ഒരു ശാസ്ത്രം ഞാൻ കേട്ടിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യോഗയ്ക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ 2-4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഈ 3 വാക്ക് മാത്രമുള്ള യോഗ കർമ്മസു കൗശലം. കർമ്മസു ഇസ് അത് പിന്നെ പ്ലൂറലാണ്. കർമ്മങ്ങളിൽ ഒരു കർമ്മം ചെയ്തിട്ട് മുറിയടിച്ചാൽ മാത്രം പോരാ. എല്ലാ കർമ്മങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതം മുഴുവനുള്ള കർമ്മങ്ങൾ നിങ്ങൾക്ക് മുറിയാതെ ഉള്ളു മുറിയാതെ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ യുവര യോഗി. നിങ്ങൾക്ക് കുശലാന്നൊരു വിളി കേൾക്കാം, യോഗീന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു കർമ്മത്തിൻ്റെ സമയത്ത് ഉള്ളു മുറിഞ്ഞാൽ ഔട്ട്. ഇത്ര വലിയ കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല. ഇത്ര ചെയ്താൽ മതി, ബട്ട് അത് ഉള്ളു മുറിയാതെ ചെയ്യും. ദാറ്റ് ഈസ് യോഗ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ കർമ്മശാസ്ത്രം അതുപോലെ എൻ്റെ ദൃഷ്ടിയാണ്. വേറെ ആൾ പലതരത്തിലും വ്യാഖ്യാനിക്കും. പക്ഷേ എനിക്ക് സരളമായിട്ട് തോന്നിയ ഒരു സംഭവം ഇതാണ്. ഈ കൗശലം എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മലയാളത്തിൽ വളരെ തിരിച്ചറിയപ്പെടുക. ഇപ്പോഴും അതെ, പലരും ഇത് ഞാനതാണ് ഇത് നിരക്കുന്നതും ഇതിലൊക്കെ കയറിപ്പോകാൻ കാരണം. എന്താ ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിഡിത്തം പറയും? അങ്ങനെയല്ല. ഇത്രയും നല്ലൊരു ഒരു യോഗത്തിന് ഇത്രയും നല്ലൊരു വ്യാഖ്യാനം കർമ്മവും യോഗവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്രയും നല്ലൊരു ഡെഫിനിഷൻ എനിക്കൊന്നും ലോകത്തിലില്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ ഓർമ്മിക്കാൻ എന്തെങ്കിലും വേണ്ടേ? മുഴുവനും അദ്ദേഹം പറഞ്ഞ തീർത്തിട്ടുണ്ടാവും. പറയാത്ത കാര്യം എന്തെങ്കിലും പറയണല്ലോ.